നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു വൈകുന്നേരം നേരുന്നു. ഓട്ടും കട്ടനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഓട്ടും കട്ടനിൽ സംസാരിക്കാൻ പോകുന്നൊരു കാര്യം SIR-മായി ബന്ധപ്പെട്ടാണ്. സംസ്ഥാനത്ത് SIR നടപ്പിലാക്കി. SIR-ന് ശേഷം ഏതാണ്ട് എത്ര പേർ പുറത്തായി, ഈ പട്ടികയിൽ നിന്ന് പുറത്തായി എന്ന വിവരം കൃത്യമായി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് 8 ലക്ഷം ആളുകളാണ് കേരളത്തിൽ വോട്ടർ പട്ടികയുടെ പുറത്തു വന്നത്. അതിൽ തന്നെ മരിച്ച ആളുകളുണ്ട്. അത്തരത്തിൽ പല തരത്തിലുള്ള വോട്ടുകൾ അതിൽ നിന്ന് വെട്ടിമാറ്റിയ ആളുകളാണെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ തന്നെ ഈ കണക്കുകളിൽ വളരെ കൗതുകകരമായ കുറേ കാര്യങ്ങളിരിക്കുന്നു. അത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമായി എങ്ങനെയൊക്കെ മാറാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമ്മളിന്ന് ഓട്ടും കട്ടനിലും പരിശോധിക്കുന്നത്. എനിക്കൊപ്പം ശ്യാമിലി ശശിധരനും അതോടൊപ്പം തന്നെ ആസിഫ് മുഹമ്മദും ഉണ്ട്. ഈ കണക്കുകൾ പറഞ്ഞു വരുമ്പോൾ ഈ കണക്കുകളിലെ രസകരമായ കുറച്ച് കാര്യങ്ങൾ, ആകെ 8 ലക്ഷം വോട്ടർമാരാണ് കുറഞ്ഞിരിക്കുന്നത്. അതിൽ തന്നെ 3,01,005 എന്നുള്ളതാണ് കണക്കും. അതായത് 33% ആളുകളും തിരുവനന്തപുരം ജില്ലയിലെ 14 മണ്ഡലങ്ങളിൽ നിന്നായാണ് കുറഞ്ഞിരിക്കുന്നത്. 8 ലക്ഷത്തിൽ 3 ലക്ഷം ഉള്ളത് തിരുവനന്തപുരത്ത് നിന്നാണ് കുറഞ്ഞിരിക്കുന്നത്. അതിൽ തന്നെ ചില മണ്ഡലങ്ങൾ, നേമം, അതോടൊപ്പം തന്നെ വട്ടിയൂർക്കാവുണ്ട്, അതിൽ തന്നെ തിരുവനന്തപുരമുണ്ട്. ആ മണ്ഡലങ്ങളിൽ ഏകദേശം 45,000, 40,000, 35,000 വോട്ടർമാരാണ് അതിൽ നിന്ന് കുറവ് വന്നിരിക്കുന്നത്. ഇത് ഈ ഒരു സൈഡിൽ നിൽക്കുന്ന കണക്കാണ്. അത് മലബാറിലേക്ക് അല്ലെങ്കിൽ വടക്കൻ കേരളത്തിലേക്ക് പോകുമ്പോൾ അവിടെ കണക്ക് വീണ്ടും മാറും. ആ കണക്കുകൾ കോഴിക്കോട്, അതോടൊപ്പം തന്നെ കാസർഗോഡ്, കണ്ണൂർ, മലപ്പുറം ജില്ലകളിൽ വോട്ടർമാർ കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. 2 കാര്യങ്ങളാണുള്ളത്. എനിക്ക് പ്രാഥമികമായി തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്ന്, തിരുവനന്തപുരം പോലെ ഒരു ജില്ലയിൽ അവിടെ അല്ലെങ്കിൽ നഗരമേഖലകളിൽ കൂടുതലൊരു ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ ഉണ്ടാവും. പല ഇടത്തുനിന്നായി വന്നു നിൽക്കുന്ന ആളുകൾ, അവിടെ വോട്ടർ പട്ടികയിൽ പേര് ചേർത്ത ആളുകളൊക്കെ സ്വാഭാവികമായി ഒരു SIR എന്ന നടപടി വരുമ്പോൾ കുറേ പേര് അവരവരുടെ നാടുകളിലേക്ക് പോയി. അത് എറണാകുളം ജില്ലയിൽ നമുക്ക് കാണാം. ഏതാണ്ട് 30,000-ൽ കൂടുതൽ വോട്ടർമാർ എറണാകുളത്തുനിന്നും അങ്ങനെ വെട്ടിമാറ്റപ്പെട്ടിട്ടുണ്ട്. എറണാകുളം മണ്ഡലത്തിൽ നിന്ന് വെട്ടിമാറ്റപ്പെട്ടിട്ടുണ്ട്. അപ്പം ഈ 2 സ്ഥലങ്ങളിൽ നമുക്ക് ഈ നഗരങ്ങളിൽ നിന്നാണ് ഈ വോട്ടർമാർ മാറിയിട്ടുള്ളത്. അപ്പോൾ ഈ ഫ്ലോട്ടിംഗ് പോപ്പുലേഷനുള്ള ആളുകൾ തിരിഞ്ഞു പോയതാണെന്നാണ് നമുക്ക് തോന്നുന്നത്. മറ്റൊന്ന്, ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം എന്ന് പറയുന്ന പോലെ തീവ്രമായി തന്നെ ഇതിനെ എടുത്ത വടക്കൻ ജില്ലകളിലെ വോട്ടർമാർ, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷങ്ങളിലുള്ള ആളുകളൊക്കെ, പ്രവാസികളായിട്ടുള്ള ആളുകളൊക്കെ അത് കൃത്യമായി ആ SIR നടപടിയിൽ പങ്കാളികളാവും. അവരെല്ലാം ഈ വോട്ടർ പട്ടികയിൽ അല്ലെങ്കിൽ SIR ഈ പട്ടികയിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ തന്നെ ഏതാണ്ട് 2 ലക്ഷത്തിന് മുകളിൽ പ്രവാസികൾ ഉണ്ട് ഇത്തവണ വോട്ട് ചെയ്യാൻ. അത്രയും ആളുകൾ ഈ SIR പ്രകാരം വോട്ട് ചെയ്യാനുണ്ട് എന്ന നിലയിലേക്കും കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അത് അപ്പോൾ 2 തരത്തിലാണ്. ഒന്ന്, തിരുവനന്തപുരത്തെ ഈ മണ്ഡലങ്ങൾ, പ്രത്യേകിച്ച് BJP A ക്ലാസ് മണ്ഡലമാണെന്ന് കരുതുന്ന മണ്ഡലങ്ങൾ, അവിടെയുള്ള ഇത്രയും വോട്ടിൻ്റെ കുറവ്, അതായത് ഒരു നിയമസഭാ മണ്ഡലത്തിൽ ഓരോ സ്ഥാനാർത്ഥികൾക്കും കിട്ടുന്ന വോട്ടാണ് ഏതാണ്ട് 45,000 അല്ല 55,000 വോട്ട് എന്ന് പറയുന്ന അത്രയും വോട്ട് വെട്ടിക്കുറയ്ക്കപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അത് ഒരു സ്ഥലത്ത് നിൽക്കുന്നു. മലബാർ കേന്ദ്രീകരിച്ച് പ്രത്യേകിച്ച് കുറ്റ്യാടി, നാദാപുരം പോലുള്ള മണ്ഡലങ്ങളിൽ കൂടി, അത് പ്രവാസി വോട്ടർമാരാണ്. ഇവിടെ 16,000 വോട്ടൊക്കെ കൂടിയ മണ്ഡലമുണ്ട്. ഇവിടെ കുറ്റ്യാടിയിൽ 16,000 വോട്ടർമാരാണ്. കഴിഞ്ഞ പ്രാവശ്യം വളരെ ചെറിയ 333 വോട്ടിനാണ് അവിടെ CPM ജയിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇതിനൊരു കൗതുകമുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ തിരുവനന്തപുരം പോലൊരു സ്ഥലത്ത് ഇങ്ങനെ വോട്ടർമാരുടെ പേര് വെട്ടിമാറ്റി? ഇത് പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഇക്കാര്യത്തിലുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ ഒരു കൗതുകം ഇതിൽ തോന്നുന്നത്. എന്തായിരിക്കും ആസിഫിൻ്റെ ഒരു കണക്കൂട്ടൽ ഇത് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ സംഭവിക്കാനിരിക്കുന്നത്, ഇത്രയും വോട്ടർമാർ വെട്ടിക്കുറയ്ക്കപ്പെടുമ്പോൾ? ഞാൻ പറഞ്ഞിരിക്കുന്നത്, നമുക്കിത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒരു നടപടികളെയൊക്കെ അടിസ്ഥാനമാക്കി വേണം നമുക്കിത് പരിശോധിക്കാൻ. ഉത്തരേന്ത്യയിൽ നമ്മൾ പറയും വോട്ടർ പട്ടികയിൽ നിന്ന് ആളുകൾ വെട്ടിമാറ്റിയത് BJPക്ക് വലിയ നേട്ടമുണ്ടായി എന്ന് നമ്മൾ പറയും. പക്ഷേ തൃശ്ശൂർ നമ്മൾ കണ്ടതാണ്, വോട്ടർ പട്ടികയിൽ അധികം ആളുകളെ ആഡ് ചെയ്തുകൊണ്ടാണ് BJP നേട്ടം ഉണ്ടാക്കിയത്. അവിടെ ഇലക്ഷൻ കമ്മീഷൻ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നത് അടിസ്ഥാനത്തിൽ, അതിൽ ഇലക്ഷൻ കമ്മീഷനെ രാഷ്ട്രീയ പാർട്ടികൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്കിന്ന് വിലയിരുത്താൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ BJP നേട്ടമുണ്ടാകാൻ സാധ്യതയുള്ള A ക്ലാസ് മണ്ഡലങ്ങൾ, കഴക്കൂട്ടം ആയിക്കോട്ടെ, വട്ടിയൂർക്കാവ് ആയിക്കോട്ടെ, തിരുവനന്തപുരം ആയിക്കോട്ടെ, നേമം ആയിക്കോട്ടെ, ഇവിടെ വോട്ട് കുറഞ്ഞത് BJPക്ക് തിരിച്ചടിയാകുമെന്ന് നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ അകത്ത് ഒരബദ്ധമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം BJP എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടി കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് കേരളത്തിൽ പ്രവർത്തിക്കുന്നത് CPM പ്രവർത്തിക്കുന്നതിനേക്കാൾ വലിയ രീതിയിലുള്ള ഇടപെടലാണ് അവർ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിൻ്റെ അടക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് തൃശ്ശൂരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുഴുവൻ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഒരാളാണ് ഞാൻ. അന്ന് ഫ്ലാറ്റുകളിലേക്കൊന്നും സ്വാഭാവികമായിട്ട് ഫ്ലാറ്റുകളിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രവേശനമില്ല. ആ ഫ്ലാറ്റുകൾ മുഴുവൻ അടഞ്ഞിരിക്കുന്ന ഫ്ലാറ്റുകളായിരുന്നു. ആ ഫ്ലാറ്റുകളിലെല്ലാം 10,000-കണക്കിന് വോട്ടുകളാണ് BJP ചേർത്തത്. അവിടെ പോയി CPM പ്രവർത്തകരായിക്കോട്ടെ, കോൺഗ്രസ് പ്രവർത്തകരായിക്കോട്ടെ, ഇവിടെ ആരാണ് താമസിക്കുന്നത് എന്ന് പരിശോധിക്കാൻ പോകുമ്പോൾ ആ ഫ്ലാറ്റുകളിലേക്ക് പ്രവേശനമില്ല. ആ ആളുകൾ മുഴുവൻ വന്ന് ലോക്സഭയിൽ വോട്ട് ചെയ്തിട്ട് പോയി. അവർ മുഴുവൻ ആ ഫ്ലാറ്റുകളിലെ താമസക്കാരല്ലായിരുന്നു. അവർ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള BJP പ്രവർത്തകരായിരുന്നു. അപ്പോൾ തൃശ്ശൂർ BJP അങ്ങനെ പ്രവർത്തിച്ചു. അവിടെ വോട്ട് ആഡ് ചെയ്തുകൊണ്ടാണ് തൃശ്ശൂർ BJP പ്രവർത്തിക്കുന്നത്. പക്ഷേ ഈ നേമത്ത് വട്ടിയൂർക്കാവും അവർ ഏത് തരത്തിലുള്ള ഇടപെടൽ നടത്തിയത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഈ ഒഴിവാക്കിയവരുടെ പട്ടിക വരേണ്ടി വരും. അല്ലാതെ BJP മുന്നിട്ട് നിന്ന മണ്ഡലത്തിൽ വോട്ട് വെട്ടിയത് BJPക്ക് തിരിച്ചടിയാവുമെന്ന് ഒറ്റയടിക്ക് പറഞ്ഞാൽ അത് അബദ്ധമാവുമെന്നാണ് എൻ്റെ ഒരു തോന്നൽ. പക്ഷേ അല്ലാതെ വിലയിരുത്തുന്നവരുണ്ട്.
പക്ഷേ BJP അത് ഏത് തരത്തിൽ പ്രവർത്തിച്ചെന്നും അവർക്ക് വെട്ടാൻ കഴിയുന്ന വോട്ടുകൾ അവർ എണ്ണമെടുത്ത് പോയി വെട്ടാൻ സാധ്യതയുള്ളൊരു രാഷ്ട്രീയ പാർട്ടിയാണ് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ. എത്ര ബുദ്ധിപരമായിട്ടാണ് അവർ തൃശ്ശൂരിൽ വോട്ട് ചേർത്തത്. ആ വോട്ടുകളൊക്കെ ഇപ്പോൾ എവിടെയാണ്? എൻ്റെ ഒരു തമാശ തന്നെ, സുരേഷ് ഗോപി കേരളത്തിൽ ഓടി നടന്ന് ജനാധിപത്യ അവകാശം വിനിയോഗിക്കുന്ന ആളാണ്. ലോക്സഭ വരുമ്പോൾ തൃശ്ശൂർ മണ്ഡലത്തിൽ വോട്ട് ചെയ്യും, തദ്ദേശ നേരെ തിരുവനന്തപുരത്ത് പോകും, നിയമസഭ ഗുരുവായൂർ പോയി. അപ്പോൾ അത്രയും പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു വോട്ടർ കേരളത്തിൽ വേറെ ഇല്ല. അതെ, അങ്ങനെ വോട്ട് ചെയ്യുന്ന ഒരാളാണ് സുരേഷ് ഗോപി എന്ന് പറയുന്നത്. അതിൽ തന്നെ BJPയുടെ സംസ്ഥാന നേതാക്കളായിരുന്നു ഉണ്ണികൃഷ്ണൻ, ഒരു വനിതാ നേതാവായ മായ, ഇവരുടെയൊക്കെ വോട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരായിരുന്നു. അതൊക്കെ ഇപ്പം തൃത്താലയിലേക്കും അവരുടെ സ്വന്തം മണ്ഡലങ്ങളിലേക്കും മടങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ അത്രത്തോളം അവരതിനെ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നുവെന്നും അവർ ഓരോ മണ്ഡലത്തിലും സ്വീകരിക്കുന്ന സ്ട്രാറ്റജി എന്ന് പറയുന്നത് അടിസ്ഥാനമാക്കി നമുക്ക് വിലയിരുത്താൻ പറ്റൂ. ഇതിൻ്റെ ഒരു അന്തിമം ആർക്ക് ഗുണം ചെയ്യുമെന്നുള്ള കണക്ക് പറയണമെങ്കിൽ ഇത് വെട്ടപ്പെട്ട ആളുകളുടെ കണക്കൂടെ പറയണമെന്നാണ് എൻ്റെ ഒരു തോന്നൽ. ശ്യാമിലി, ഇത് ഒരു വേർഷനാണ്. ഇതിൽ തന്നെ ഒരു കാര്യമുള്ളത് എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ SIR ഒരു നടപടിക്രമം ഉണ്ടായ സമയത്ത് കുറേ കൂടെ ക്ലീൻ ആവുന്നു എന്നല്ല, അല്ലെങ്കിൽ വോട്ടർ പട്ടിക കുറേ കൂടെ ക്ലീൻ ആയെന്ന് വാദിക്കുന്ന, അല്ലെങ്കിൽ ആ തരത്തിൽ ഈ കണക്കുകൾ കാണുമ്പോൾ അത് തോന്നുന്നുണ്ട്. അതിന് സാധൂകരിക്കുന്നത് ഒരു പക്ഷേ വടക്കൻ ജില്ലകളിലെ വോട്ടർ പട്ടികയിലുണ്ടായ ആളുകളുടെ എണ്ണത്തിലുള്ള വർധനവാണ്. പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ ഭൂരിപക്ഷമുള്ള മേഖലകളിൽ വോട്ടർ പട്ടികയിൽ വലിയ വർധനമുണ്ടായിട്ടുണ്ട്. അതൊരു ഭയം കൊണ്ടുകൂടി ഉണ്ടായിട്ടുള്ളതാണ്. അതായത് കുറച്ചുകൂടെ കൃത്യതയോടുകൂടി വോട്ടർ പട്ടികയിൽ പേര് ചേർത്ത ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട്. അതെ, അത് ഈ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ നിൽക്കുന്ന ഒരു ആശങ്ക SIRൽ അതേപടി പ്രതിഫലിച്ചു എന്ന് വേണം ഈ പറയുന്ന മലബാറിൽ വോട്ട് കൂടിയ കാര്യത്തെ നമ്മൾ ആ രീതിയിൽ വേണം വിലയിരുത്താൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് മുമ്പേ തന്നെ ഈ SIR തീവ്ര പരിഷ്കരണം നടപ്പാക്കിയ മറ്റ് സംസ്ഥാനങ്ങളിലടക്കം നേരത്തെ ലിജോ പറഞ്ഞതുപോലെ അവർ വോട്ട് വെട്ടുവാൻ വേണ്ടി കൃത്യമായി ന്യൂനപക്ഷങ്ങളുടെ വോട്ടാണ് ഏറ്റവും അധികം വെട്ടിയെന്നടക്കം പ്രതിപക്ഷമടക്കം കോൺഗ്രസ് അടക്കം വലിയ പ്രതിഷേധം ഉയർത്തി വന്നതാണ് വോട്ട് ചോരി എന്ന നിലയിൽ. ആ വോട്ട് ചോർത്തിയത് ന്യൂനപക്ഷങ്ങളുടെയാണ് എന്നടക്കം. ഇതിപ്പം ഒരു ഏറ്റവും കുറഞ്ഞ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അസമിലാണെങ്കിൽ മിയ മുസ്ലിമുകൾക്കിടയിൽ അവരെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഹിമന്ത വിശ്വ ശർമ്മ അടക്കം നടത്തിയ പരാമർശങ്ങൾ അവർക്കെതിരെ ഒരു പ്രതികാര നടപടി എന്നോണം SIR ഉപയോഗിക്കും എന്ന തരത്തിലൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കേരളത്തിൽ നിന്നുള്ള ആളുകൾ SIRനെ വളരെ കാര്യമായിട്ട് തന്നെയായിരുന്നു, പൗരത്വ നിയമ ഭേദഗതിയെയും SIRനെയും വളരെ കാര്യമായിട്ട് തന്നെ നിരീക്ഷിച്ചിരുന്ന ഒരു സമൂഹമാണ് ഇവിടെയുള്ളത്. വോട്ടിംഗ് ആളുകൾ തന്നെയാണ് ഇവിടെയുള്ളത്. അതിൽ പ്രവാസികൾ ഉൾപ്പെടുന്നുണ്ട്. അതിൽ ഈ പറയുന്നത് പോലെ മലബാറിലുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഏറ്റവും കൂടുതലായി അവരുണ്ട്. അതുകൊണ്ട് അവർ വളരെ കാര്യമായി തന്നെ ഇതിനെ സമീപിക്കുകയും വളരെ കാര്യക്ഷമമായി നമ്മുടെ പൗരത്വവും അത് ഉറപ്പിക്കാനുള്ള ഒരു കാര്യം കൂടിയായി ഈ SIR പരിഷ്കരണത്തെ ഉപയോഗപ്പെടുത്തിയെന്നാണ് ആ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. മറ്റൊന്ന്, തിരുവനന്തപുരത്ത് ആസിഫ് പറയുന്നതിൽ നിന്ന് തൃശ്ശൂർ തന്നെ വെച്ചുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് മറ്റൊരു ആംഗിളിൽ കാണാമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം തൃശ്ശൂരിൽ അവർ ഉപയോഗിച്ച സ്ട്രാറ്റജി എന്ന് പറയുന്നത് കൂടുതൽ ആളുകളെ വോട്ട് ചേർത്തുകൊണ്ട് അവർ വിജയം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. അന്ന് ഗോപാലകൃഷ്ണൻ പറഞ്ഞ കാര്യം ഞാൻ ഓർക്കുന്നു. കശ്മീരിൽ നിന്ന് ആളെ കൊണ്ടുവന്ന് പോലും ഞങ്ങൾ ഇവിടെ പേര് വോട്ട് വയ്ക്കാം. അതിപ്പം ഈ പറയുന്നത് പോലെ വിജയിച്ച സുരേഷ് ഗോപിയുടെ എല്ലാ ബന്ധുക്കളും തന്നെയും തൃശ്ശൂർ തന്നെയാണ്, ഈവൻ PA അടക്കം അവിടെയായിരുന്നു വോട്ട് ചേർത്തിരുന്നത്. അപ്പം അത്തരം കാര്യങ്ങളുണ്ട്. ആ സ്ട്രാറ്റജിക്കുള്ള തിരിച്ചടിയായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുന്നുണ്ട്. ഈ തദ്ദേശത്തിൽ ഏറ്റവും കൂടുതൽ BJP എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാക്കിയിട്ടുള്ളത് അത് തിരുവനന്തപുരം മണ്ഡലത്തിലാണ്. ആ മണ്ഡലം അതുകൊണ്ട് തന്നെ അവർക്ക് വളരെ പ്രധാനപ്പെട്ടതും തന്നെയാണ്. അവിടെ വിജയിക്കാൻ അവർ വളരെയധികം കാര്യമായി തന്നെ കണക്കൂട്ടലുകൾ അവിടെ നടത്തുന്നുണ്ട്. ആ ഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും കൂടുതൽ വോട്ട് ചോർച്ച ഉണ്ടായിട്ടുള്ളത് തിരുവനന്തപുരം മണ്ഡലത്തിൽ തന്നെയാണ്. അപ്പോൾ തീർച്ചയായും പട്ടിക വരണം എന്ന് പറയുമ്പോൾ പോലും ചിലപ്പോൾ BJPയുടെ സ്ട്രാറ്റജിക്ക് ഒരു ക്ലീൻ, ഈ പറയുന്നത് പോലെ ലിജോ പറഞ്ഞതുപോലെ പട്ടിക ഒന്ന് ക്ലീൻ ചെയ്ത് വരുമ്പോൾ ഈ പറയുന്ന പോലെ അടച്ചിട്ട വാതിലുകൾക്കുള്ളിൽ ആളുകൾ വേണ്ടി വരും. അല്ലെങ്കിൽ ആരാണോ ഉള്ളത് അവരുടെ കൃത്യമായി ഈ എല്ലാവരും തിരിച്ചു വരികയാണ്. അതായത് ഈ ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ്റെ കാര്യം പറഞ്ഞ പോലെ അവർ ഏത് സ്ഥലത്താണോ നിൽക്കുന്നത് ആ സ്ഥലത്ത് വോട്ട് ചേർക്കാനുള്ള അത്ര എളുപ്പം ഈ SIR കുറച്ചും കൂടെ സങ്കീർണമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളെ തന്നെ വിളിച്ചിട്ട് സംസാരിക്കുമ്പോൾ ഈ നേരത്തെ ഉള്ള പട്ടികയിൽ അച്ഛൻ്റെയും അമ്മേൻ്റെയും ക്രമനമ്പർ അടക്കം ചോദിച്ചിട്ടാണ് പുതിയ ജെൻസി ഈ പറയുന്ന പോലെ ഇപ്പോൾ 2002 ശേഷം വോട്ടർമാരായവരുടെ അവരെ ചേർക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തിരിച്ചുപോക്കിനാണ് കൂടുതൽ
പ്രാധാന്യം ആളുകൾ കൊടുത്തിരിക്കുന്നത് ഇപ്പോഴുള്ള സ്ഥലത്തിൽ വോട്ട് ചെയ്യുന്നതിനപ്പുറത്തേക്ക്. പ്രവാസികളാണെങ്കിൽ പോലും ചിലപ്പോൾ പ്രവാസികൾ സാധാരണഗതിയിൽ ഇത്ര കണ്ടധികം വോട്ട് ചേർക്കാൻ അവരാരും മെനക്കെടാറുണ്ടായിരുന്നില്ല. പക്ഷെ പ്രവാസി വോട്ടുകൾ ഏറ്റവും കൂടുതൽ പൗരത്വമായിരുന്നു അതിൽ വിഷയം. അത് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ പോകുന്ന അവർ തിരിച്ചറിയുന്നു. ചിലപ്പോൾ ഈ പറയുന്ന പോലെ കുറ്റ്യാടി ഈ മേഖലകളിലൊക്കെ പ്രവാസികളായിരിക്കും നിർണ്ണയിക്കുക അവിടെ ആര് ജയിക്കും എന്നുള്ള നിലയ്ക്ക്, ആ നിലയിലേക്ക് പോലും കാര്യങ്ങൾ വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ സ്ട്രാറ്റജി എങ്ങനെ വർക്ക് ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഈ പറയുന്ന പോലെ BJP ആകുമ്പോൾ അവരെന്തും ചെയ്യാൻ കാപ്പബിൾ ആണ് എന്ന് ദേശീയ തലത്തിൽ നമുക്ക് മനസ്സിലായതാണ്. പക്ഷേ സംസ്ഥാന തലത്തിൽ വരുമ്പോൾ അത് അവരെങ്ങനെ രാഷ്ട്രീയ ആയുധമാക്കും എന്നുള്ളത് നോക്കിക്കാണും. ഇപ്പോൾ ആസിഫ്, ഇതിൻ്റെ അകത്ത് ഇപ്പോൾ തിരുവനന്തപുരം 45,050 വോട്ടുകളാണ് കുറഞ്ഞിരിക്കുന്നത്. വട്ടിയൂർക്കാവ് 40,694, നേമം 35,642, എറണാകുളം മണ്ഡലം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 31,168. കഴിഞ്ഞ പ്രാവശ്യം ഉപതെരഞ്ഞെടുപ്പ് നടന്ന പാലക്കാട് 15,829 വോട്ടുകൾ. അതായത് നമുക്കത് കൃത്യം പോക്കറ്റുകളാണ്. നമുക്കത് മനസ്സിലാവുന്ന, അല്ലെങ്കിൽ നമ്മൾ ഇവിടെയൊക്കെ വോട്ടിൽ കുറവുണ്ടാവുന്ന അതായത് ഇത് കുറേയുടെ ശുദ്ധീകരണം എന്നുള്ളതാണ്. ഇപ്പം ശ്യാമിലി പറഞ്ഞ പോലെ തന്നെ ഇത് കഴിഞ്ഞ തവണ ഇപ്പം തൃശ്ശൂർ എന്ന സ്ഥലത്ത് സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാൻ അവർ നന്നായി വർക്ക് ചെയ്തു. നല്ല രീതിയിൽ PR വർക്ക് ഉണ്ടായിരുന്നു. സുരേഷ് ഗോപിയുടെ വ്യക്തിപരമായിട്ടുള്ള വോട്ടുകൾ ഉണ്ടായിരുന്നു. അവിടെ കത്തോലിക്ക സഭയുടെ പിന്തുണ ഉണ്ടായിരുന്നു. ഇതൊക്കെ ശരിയാണ്. അതിനു കൂടെയാണ് നമ്മൾ ഇത്രയും ആളുകളെ കൂട്ടത്തോടെ ചേർത്തുകൂടിയാണല്ലോ ഇത്രയും ഭൂരിപക്ഷം എന്ന നമ്മളൊക്കെ അവസാന ദിവസങ്ങൾ നമ്മൾ ഓർക്കുന്നത്. തലേ ദിവസമൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട് ഒരു നെക്ക് ടു നെക്കാണ്. ജയിക്കുവാണെങ്കിൽ തന്നെ ചെറിയ വോട്ടിനാണ് 15,000 വോട്ട്, 10,000 താഴെ വോട്ടിൽ നിന്നുള്ള കണക്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് 50,000 മുകളിലേക്ക് പോകുന്ന സമയം നമ്മൾ അന്ന് വോട്ടെണ്ണൽ കാണുന്നത്. അതെ, ഇങ്ങനെ വിചാരിക്കുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഒരു മാറ്റം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, പ്രത്യേകിച്ച് കോൺഗ്രസും CPM സ്വാഭാവികമായിട്ടൊരു കേഡർ സംവിധാനമുണ്ട്, എല്ലായിടത്തും പരിശോധിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവണം. അല്ലെങ്കിൽ അത്തരം പരിശോധനകളും ഇതിന് കാരണമാവുന്നതാണ്. ഞാൻ ഇതിനെ സാധൂകരിക്കുന്ന ഒരു ചിന്ത എനിക്കുണ്ടാവുന്നതാണ്. അതായത് എല്ലായിടത്തും വേറെ ആരെങ്കിലുമൊക്കെ വോട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത്തരം വോട്ടുകൾ അവിടെ മറ്റു സ്ഥലങ്ങളിലുള്ള ആളുകൾ വന്ന് വോട്ടർ പട്ടികയിൽ ഉണ്ടെങ്കിൽ അത് നോക്കാൻ കുറേ കൂടി കാര്യക്ഷമമായിട്ടൊരു പ്രവർത്തനം ഉണ്ടാകുന്നുള്ളത്. ഇപ്പം ഞാൻ വയനാട്ടിൽ നമുക്ക് കുറേ കൂടെ മനസ്സിലാക്കും, ട്രൈബൽ ഏരിയയിലൊക്കെ നമുക്ക് അവിടെയൊക്കെയുള്ള സന്നദ്ധ പ്രവർത്തകർ, ക്ലബ്ബുകൾ ഒക്കെ ചേർന്നിട്ടാണ് വോട്ടർ പട്ടികയിൽ ആളുകൾ, അതായത് എഴുതാനും വായിക്കാൻ അറിയാത്ത ആളുകൾക്കൊക്കെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നത്. അങ്ങനെ ഒരു സജീവമായൊരു നമ്മളീ പറയില്ല സാക്ഷരതാ മിഷൻ എന്നൊക്കെ പറയുന്ന പോലെ SIR ഒരു മിഷനായി തന്നെ പലയിടങ്ങളിലും ഏറ്റെടുത്തിട്ടുണ്ട്. അത് ഗുണപ്പെട്ടിട്ടുണ്ടാവും. അതായത് ആളുകൾ കൃത്യമായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ എടുത്ത ഒരു എഫേർട്ട് വളരെ കൃത്യമായി ഇതുപോലെ കൃത്യമായി നടന്ന ഒരു SIR പ്രക്രിയ കേരളത്തിലായിരിക്കും ഇത്രയും നന്നായി വേറൊരു സംസ്ഥാനത്ത് നടന്നിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ അതൊരു ആ തരത്തിലും കൂടെ ആയിക്കൂടെ വേണമെങ്കിൽ. SIR പ്രോസസ്സിന് ഞാൻ അത്ര വലിയ വിശ്വാസത്തിലെടുക്കുന്ന ആളല്ല, ഒന്നാമത്തെ കാര്യം. അതിപ്പോൾ കേരളത്തിലാണെങ്കിലും ഇലക്ഷൻ കമ്മീഷൻ പലതരത്തിലുള്ള താല്പര്യങ്ങൾ പ്രകടിപ്പിച്ച കാര്യം രാഷ്ട്രീയ പാർട്ടികളടക്കം പല തവണ CPM കോൺഗ്രസ് അടക്കം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇതിൻ്റെ പറയാനുള്ളത്, ഇപ്പോൾ ലിജോയുടെ കാര്യത്തിലാണെങ്കിൽ ലിജോയുടെ വോട്ട് SIRൽ ഉറപ്പിച്ചിട്ടുണ്ടോ എന്ന് കോൺഗ്രസ്സുകാരെ CPMകാരെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ നിങ്ങൾ BJPയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരോട് ചോദിച്ചു, 3 പ്രാവശ്യമെങ്കിലും അവർ വിളിച്ച് ചോദിച്ചിട്ടുണ്ടാവും നിങ്ങളുടെ വോട്ട് ചേർത്തിട്ടുണ്ടോ. കോൺഗ്രസ്സുകാരെ വിളിച്ചിട്ട് തന്നെ ഉണ്ടാവില്ല, വിളിച്ച തന്നെ CPMകാരെ വിളിച്ചിട്ടുണ്ടാവും. പക്ഷെ അതിന്റെ 3 ഇരട്ടി BJPക്കാരെ വിളിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെയാണ് അവർ ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ളത്. അപ്പോൾ അവർക്കറിയാം ഓരോ മണ്ഡലത്തിൽ എവിടെ കുറയണം എവിടെ കൂടണമെന്ന് കൃത്യമായിട്ട് കണക്ക് കൂട്ടി നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും പറയുന്നു, SIRനെ നമ്മൾ കേരളത്തിൽ ഒരു സുതാര്യമായ ഒരു സംവിധാനം നടന്നു എന്ന് ഇപ്പോഴേ ഒരു പ്രചാരണം വരികയും അത് BJPക്ക് എങ്ങനെയായിരിക്കും നേട്ടം ഉണ്ടാകാൻ പോകുന്നതെന്ന് ആസിഫ് പറയുന്നത് അവരുടെ സോഷ്യൽ എഞ്ചിനീയറിംഗ് സ്ട്രാറ്റജി തന്നെ മാറ്റിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. കാരണം സമൂഹ മാധ്യമങ്ങളിലുള്ള ഇടപെടലുകളെല്ലാം വളരെ ഇല്ല കുറച്ചിട്ടുണ്ട്, കാണാനേ ഉണ്ട്. പക്ഷെ നമ്മളതിനെ തിരിച്ചടിയാണോ എന്ന നിലയ്ക്കാണ് പ്രഥമ ദൃഷ്ടിയാൽ നമ്മൾ വിലയിരുത്തുന്നത്. പക്ഷെ അതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യം ഉണ്ടെന്നാണ് ആസിഫ് പറയുന്നത്, അല്ലേ? ചിലപ്പോൾ മറ്റൊരു രീതിയിൽ താഴെ തട്ടിൽ ഈ വിധത്തിലുള്ള പ്രവർത്തനം BJPയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഒന്ന് അന്വേഷിച്ച് നോക്കൂ. BJPക്കാർ SIRമായി ബന്ധപ്പെട്ട് അവർക്ക് ഉറപ്പിക്കേണ്ട വോട്ടിന്റെ കാര്യത്തിൽ അവർ എത്ര പ്രാവശ്യം വിളിച്ചിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒന്ന് അന്വേഷിച്ച് നോക്കൂ. ഒരു 3 പ്രാവശ്യം ഏറ്റവും കൂടുതൽ വിളിച്ചിട്ടുണ്ടാവും. നമുക്ക് ഏതായാലും അവസാനിപ്പിക്കാൻ സമയമായി. ഈ കൂട്ടത്തിൽ നമ്മളത് പറഞ്ഞു പോകണമെന്ന് വിചാരിച്ചിരുന്ന കാര്യം, CPMനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് കുറ്റ്യാടി, നാദാപുരം, കണ്ണൂർ പോലുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ ഇത്തവണ പ്രവാസികൾ അവിടുത്തെ വിജയം നിശ്ചയിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ വലിയ തരത്തിലുള്ള ടൈറ്റ് ഫൈറ്റ് ഉണ്ടാവാൻ സാധ്യതയുള്ള 3 മണ്ഡലങ്ങളായിട്ടും ഈ SIRന്റെ കണക്കുകൾ വെച്ച് സംസാരിക്കുമ്പം ആളുകൾ പറയുന്നൊരു കാര്യം. ഏതായാലും നമ്മുടെ വോട്ടും കട്ടൻ്റെ സമയം അവസാനിക്കുകയാണ്. ഒരു തരത്തിൽ SIR നടപ്പിലാക്കിയത് മെച്ചപ്പെട്ട സംവിധാനത്തിലാണെന്ന് നമ്മൾ പറയുമ്പോഴും ആസിഫിനെ പോലെയുള്ള ആളുകൾ, അല്ലെങ്കിൽ അത്തരം ചിന്തയുള്ള ആളുകളുമുണ്ട്. ഇത് വേറെ ഏതെങ്കിലും സ്ട്രാറ്റജിയുടെ ഭാഗമാണോ എന്ന് വിചാരിക്കുന്ന ആളുകളും കുറവല്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഏതായാലും